നമസ്കാരം. ശ്രീനാരായണ ഗുരുകൃപ BEd കോളേജിലെ 2024-26 ബാച്ചിലെ കൊമേഴ്സ് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന വീഡിയോ സ്ക്രിപ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന വിഷയം ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, അതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബോധവൽക്കരണവും കൂടിയാണ്. പോയാലോ? എന്താ പ്രത്യേകത? സൺഡേ അല്ലേ? എല്ലാ സൺഡേയിലും പുറത്തോടൊന്നും പറ്റത്തില്ല. അത് കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ. മറ്റുള്ള പ്ലീസ് അമ്മ, എല്ലാരും പോകുന്നില്ലേ, ഒരു സൺഡേയിലേ ഉള്ളൂ. പ്ലീസ് നിനക്ക് എന്ത് വേണം? പ്ലീസ് അമ്മ ഒന്ന് സമ്മതിക്ക്. നിന്റെ അച്ഛൻ വർക്ക് ഫ്രം ഹോമാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും ഇല്ല, അച്ഛൻ സമ്മതിക്കും, ഉറപ്പാ. എന്താന്ന് വെച്ച് ചെയ്പ്പോ. നമുക്കിതൊന്ന് പുറത്തു പോയാലോ? അച്ഛന് കുറച്ച് വർക്ക്സ് ഉണ്ട്, അപ്പം ഇന്ന് പുറത്തു പോക്ക് നടക്കത്തില്ല. പ്ലീസ് അച്ഛാ, ഒന്ന് നമുക്ക് പോകാലോ? അമ്മ എന്ത് പറഞ്ഞു? അമ്മ സമ്മതിച്ചു, പോവാന്ന് പറഞ്ഞു. നിർബന്ധമാണോ? അതെ, ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ, ഇന്ന് സൺഡേ അല്ലേ. ഈ ആഴ്ച വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ. എന്തൊക്കെയാണ് ഡിഗ്രി? കുറച്ച് കഴിക്കാം. അതിന് വേറെ ഫ്ലേവേഴ്സും വേദന ഇല്ല, അത് ഡോക്ടറിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞു.
അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവിടെ പോകും. ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകും. ഡോക്ടർ എത്ര റൗണ്ട്സ്? ഡോക്ടർ വേദന എന്താ നോക്ക്. അല്പം കഴിയുമ്പോഴത്തേക്കും മാറും. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. ടാബ്ലറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, വാങ്ങിച്ചാൽ മതി ഫാർമസിയിൽ. ഹലോ, റോൾ റെസ്റ്റോറൻ്റ് അല്ലേ? ഇന്നലെ നമ്മളോട് ഒരു ഫുഡ് കഴിക്കാനായിട്ട് അതെ അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് ഓർഡർ ചെയ്താൽ അത് തന്നെയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് എൻ്റെ കൊച്ചിന് ഇന്നലെ വയ്യാതായിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പോയിസൺസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നമ്മളടുത്ത് ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ? അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാം നമ്മളടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ല, കുട്ടിയുടെ പ്രശ്നമൊന്നുമില്ല, കുട്ടിയുടെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവിടെ ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞതാണ് ആ ഫുഡിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇല്ല മിസ്റ്റർ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. അതൊരിക്കലും പറ്റത്തില്ല. അത് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇത് നമുക്ക് കേസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഹലോ, ഇത് ഇത് നമുക്ക് കേസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എങ്കിൽ നമുക്ക് കോർട്ട് ചെയ്താൽ ശരി ശരി. ഓക്കെ ഓക്കെ, നമ്മളിതുമായിട്ട് മുമ്പോട്ട് വന്നാൽ ശരി. ശരി. കേസ് നമ്പർ 7/32. വാദിഭാഗം മാലു, പ്രതിഭാഗം അഖില. വാദിഭാഗത്തിന് വേണ്ടി ആരാണ് അപ്പീൽ ചെയ്യുന്നത്? വാദിഭാഗത്തിൽ ഞാനാണ്. പ്രതിഭാഗം അഖില. My lord, this is basically a consumer protection case, and the victim here is Mali, for whom I am presenting in front of you. എന്റെ കക്ഷിയായ മാലി പ്രമുഖ ഹോട്ടലായ റോയൽ നിന്ന് ഫലൂഡ സ്പെഷ്യൽ കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്റെ കക്ഷിക്ക് ഫുഡ് പോയ്സണിങ് അനുഭവപ്പെടുകയും 3 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് the ingredients used for the recipe was highly dangerous for the victim. And here is the result which I obtained from the laboratory. Here is it, my lord. You may proceed. My lord, restaurant owner-ആയ അഖിലയുടെ കക്ഷിയുടെ മാതാപിതാക്കൾ അന്വേഷിക്കുകയും എന്താണ് ഡിഷിൽ ചേർത്തിട്ടുള്ളത് അന്വേഷിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെയല്ല ഈ ഒരു റിസൾട്ടിൽ വന്നിട്ടുള്ളത്. അതായത് അതിലെ പല ഇൻഗ്രീഡിയൻസും എൻ്റെ കക്ഷിയായ മാധവന് വളരെയധികം ജീവന് ഹാനി വരുന്ന തരത്തിലാണ് എത്തിയിട്ടുള്ളത്. ആയതിനാൽ കോടതി മുന്നാകെ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓണർ അഖിലക്കെതിരെ ശിക്ഷ നടപ്പാക്കണമെന്ന് എന്റെ കക്ഷിയായ മാധവന് നീതി ഉറപ്പുവരുത്തണമെന്ന് കോടതിയോട് താഴ്മയായി ഞാൻ അപേക്ഷിച്ചിട്ടുള്ളൂ. പ്രതിഭാഗമായ അഖിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? പ്രതിഭാഗവും വാദിഭാഗവും പ്രതിഭാഗവും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് according to section 2 subsection 7 of the Consumer Protection Act, it is clearly evident that the basic rights of Consumer Act, right to safety and right to information, is clearly violated. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
റോയൽ റെസ്റ്റോറന്റ് ഉടമയായ അഖില കുറ്റക്കാരിയാണ്. നീതിയുക്തമായി പ്രവർത്തിച്ചില്ല എന്നുമുള്ള കാരണത്താലും കക്ഷിയുടെ ജീവഹാനി സംഭവിക്കാവുന്ന തലം വരെ എത്തുകയും ചെയ്തതിനാൽ കക്ഷിയായ മാലിന്യം നഷ്ടപരിഹാര തുകയായി 15 ലക്ഷം രൂപയും നൽകണമെന്ന് കോടതി ഉത്തരവിടുന്നു. So, my dear friends, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, അത് നിസ്സാരം ഒരു ചെറിയൊരു ആക്ട് അല്ല, ഇറ്റ്സ് വെരി പവർഫുൾ. സോ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിൻ്റെ അവയർനെസ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, സമൂഹം എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. Hope you understood about this act. Once again, please keep in mind Consumer Protection Act 1986. Thank you.